പ്രിയ സുഹൃത്തെ, താങ്കളൊരു NRI ആണെങ്കിൽ താങ്കൾക്ക് വളരെ ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ട് ഫോറിൻ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനെ കുറിച്ചാണ് ഇന്നേ ദിവസം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതാണ് ഗിഫ്റ്റ് സിറ്റി ഫണ്ട്. എന്താണ് ഗിഫ്റ്റ് സിറ്റി ഫണ്ട് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം പോകണമെന്ന് വിചാരിച്ചു. അവിടെ ഇപ്പം 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ലോക്കൽ ട്രെയിൻ ഉണ്ട്, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ആയിട്ടുള്ള ട്രെയിൻ ഉണ്ട്, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ വന്ദേ ഭാരത് ഉണ്ട്. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ട്രിവാൻഡ്രം എത്തണമെങ്കിൽ ലോക്കൽ ട്രെയിനിൽ പോയിട്ട് കാര്യമില്ല, എക്സ്പ്രസ് ട്രെയിനിലും പോയിട്ടും കാര്യമില്ല, വന്ദേ ഭാരതിൽ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും വേഗത്തിൽ അവിടെ എത്താൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വേഗത്തിൽ വളരണമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ഫാസ്റ്റസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ അത്രയും വേഗത്തിൽ വളരുള്ളൂ. ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ GDP ഇപ്പോൾ ഈ ഒരു വർഷം എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 6.5% ഗ്രോ ചെയ്യുമെന്നാണ്. ഇപ്പോൾ ചൈനയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്ക പോലെയുള്ള ബാക്കി ഏത് രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും അവരെക്കാൾ ഏകദേശം 2-3-4% എക്സ്ട്രാ ഗ്രോത്ത് ഇപ്പോൾ ഇന്ത്യൻ GDP എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ ഇപ്പോൾ ഇന്ത്യൻ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4th റാങ്കിങ്ങിലാണ്. അതായത് ഇപ്പോൾ ജപ്പാനെ ജസ്റ്റ് ഇപ്പോൾ ഓവർടേക്ക് ചെയ്തു 4th റാങ്കിങ്ങിലേക്ക് ഇന്ത്യൻ GDP കയറി. ഇപ്പോൾ 2028 ആകുമ്പോഴേക്കും ഇപ്പോൾ ഇന്ത്യയുടെ മുകളിലുള്ള ജർമ്മനിയെ ഓവർടേക്ക് ചെയ്തിട്ട് 3rd ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറുമെന്നാണ് ഇപ്പോൾ എല്ലാ എക്കണോമിസ്റ്റുകളും പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഡിജിറ്റലൈസേഷൻ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ന് ലോകമെമ്പാടും നടക്കുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ ഏകദേശം 50% കൂടുതൽ നടക്കുന്നതും ഇന്ത്യയിലാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഡിജിറ്റലൈസേഷൻ ഇന്ന് വളരെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നടത്തിയ ഒരു രാജ്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മിഡിൽ ക്ലാസിൻ്റെ പോപ്പുലേഷൻ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യങ്ങർ ജനറേഷൻ, അതായത് ഇപ്പോൾ യുവതിയുവാക്കൾ അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഒക്കെ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. ഈ തരത്തിലുള്ള നിരവധി അഡ്വാൻറ്റേജസ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഒരു NRI ആയിട്ടുള്ള ഒരു വ്യക്തി അവരെ സംബന്ധിച്ച് ഇന്ത്യ വളരുമ്പോൾ അതിൻ്റെ ഒരു ബെനഫിറ്റ് അവർക്ക് ലഭിക്കണമെങ്കിൽ ഇന്ത്യയിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു NRI ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഗിഫ്റ്റ് സിറ്റി. എന്താണ് ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻ്ററാണ് ഗിഫ്റ്റ് സിറ്റി. ഇപ്പം നമുക്ക് സാധാരണ രീതിയിൽ ഫ്രീ സോൺ, സെസ് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്കും അവിടെ ഇത് ചെയ്യുന്ന പല ആൾക്കാർക്കും പല തരത്തിലുള്ള ഇപ്പോൾ ടാക്സ് അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് കൊടുക്കും. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻ്ററാണ് ഗിഫ്റ്റ് സിറ്റി. ഇപ്പോൾ ഗിഫ്റ്റ് സിറ്റി ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഗാന്ധിനഗർ, ഗുജറാത്തിലാണ്. അതായത് ഇപ്പോൾ അവിടെ ഏകദേശം ഒരു 2000 ഏക്കറോളം ലാൻഡിലാണ് ഈ ഗ്ലോബൽ ഫിനാൻഷ്യൽ ഹബ്ബ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് USDയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഇപ്പം നോർമൽ സിറ്റുവേഷനിൽ പല ഇന്ത്യക്കാർക്കും അവരുടെ ഫോറിൻ കറൻസി INRലേക്ക് കൺവേർട്ട് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഇന്ത്യൻ റുപ്പീസ് ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നു, അങ്ങനെയുള്ള പല സംഭവങ്ങൾ കൊണ്ട് INRലേക്ക് കൺവേർട്ട് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഗിഫ്റ്റ് സിറ്റിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് USDയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, തിരിച്ച് USDയിൽ തന്നെ തിരിച്ച് കിട്ടുമെന്നത് ഗിഫ്റ്റ് സിറ്റിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇത് മെയിനായിട്ട് NRI ആയിട്ടുള്ള വ്യക്തികൾ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇപ്പോൾ ഇന്ത്യക്കാരനല്ലാത്ത ഒരു ഫോറിൻ ഇൻവെസ്റ്ററിനും വേണമെങ്കിൽ ഇപ്പോൾ ഗിഫ്റ്റ് സിറ്റി ത്രൂ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതാണ് ഏറ്റവും വലിയൊരു മറ്റൊരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ എന്തുകൊണ്ട് ഗിഫ്റ്റ് സിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടാക്സ് എഫിഷ്യൻസിയാണ്. ഇപ്പോൾ നോർമലി ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട്. അതായത് ഇക്വിറ്റി ഫണ്ടുകൾക്കാണെങ്കിൽ 12.5% നമുക്ക് ടാക്സ് കൊടുക്കാൻ നമുക്ക് ലയബിലിറ്റി ഉണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോയിലും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്, ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ അവർ TRC ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമ്മളിൽ നിന്ന് പിടിച്ചിരിക്കുന്ന ടാക്സ് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്.
പക്ഷേ ഈ TRC നമുക്ക് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താങ്കളിപ്പോൾ ഒരു ദുബായിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ TRCക്ക് വേണ്ടി ഇപ്പോൾ അവിടെ ഏകദേശം ഒരു 2000 ദിർഹത്തോളം, അതായത് $19,000 ചിലവുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഈ TRC ഒന്നും ഇല്ലാതെ തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് നമുക്ക് ടാക്സ് കൊടുക്കേണ്ട എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലാണ്, അതായത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡിലാണ് ഇവിടെ ഈ റെഗുലേറ്ററി ബോർഡെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു USDയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഫോറിൻ അക്കൗണ്ട് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പം നിങ്ങൾക്കിപ്പോൾ ദുബായിൽ ഇപ്പോൾ ADCB ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, ADCB ബാങ്കിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാം, ADCB ബാങ്കിലേക്ക് തന്നെ തിരിച്ച് പൈസ കിട്ടും. ഇപ്പോൾ താങ്കളിപ്പോൾ ഒരു NRI ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ USD അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ത്രൂ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, USDയിൽ തന്നെ. കാരണം ഇന്ത്യൻ റുപ്പീസിൽ നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, USDയിലാണ് നമുക്ക് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഗേറ്റ് വേ ടു ഗ്രോത്ത്, അതായത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ആ ഗ്രോത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള വലിയൊരു അവസരമാണ് ഗിഫ്റ്റ് സിറ്റിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫണ്ടാണ്, കാരണം ഇൻട്രൊഡ്യൂസിങ് ടാറ്റ ഡൈനാമിക് ഇക്വിറ്റി ഫണ്ട്. എന്തുകൊണ്ട് ഈ ഒരു ഫണ്ടിൻ്റെ പ്രാധാന്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഗിഫ്റ്റ് സിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഫണ്ടുകൾ ഓൾറെഡി ഇപ്പം മീറ അസറ്റാണ് അവർ ഫസ്റ്റ് ലോഞ്ച് ചെയ്തത്, അതിനുശേഷം നിപ്പോൺ, ഓൾമോസ്റ്റ് ഒരുമിക്ക AMCകളും ഗിഫ്റ്റ് സിറ്റി ഫണ്ടുകളെല്ലാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം സാധാരണ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററിന് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ $150,000, അതായത് ഏകദേശം 1.25 കോടി രൂപ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് റീറ്റെയിൽ സെക്ടറിൽ, അതായത് ഒരു റീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററിന് ഇപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് സിറ്റി ഫണ്ടിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ഫണ്ട് ആദ്യമായിട്ടാണ് ഈ റീറ്റെയിൽ സെക്ടറിൽ, അതായത് മിനിമം $500 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 50,000 രൂപ തുടങ്ങി നമുക്ക് മുകളിലേക്ക് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം എന്നതാണ് ഈ ഒരു ഫണ്ടിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ സംബന്ധിച്ച് ടാറ്റ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, ഇപ്പോൾ ടാറ്റ എന്നത് നമുക്കറിയാം, ടാറ്റ എന്ന് പറഞ്ഞൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എത്തിക്സ്, വാല്യൂസ്, ഈ പറഞ്ഞ സംഭവത്തിലൊക്കെ നമുക്ക് അത്യാവശ്യം വളരെയധികം മികച്ചിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറേ അഡ്വാൻറ്റേജും ഇപ്പം നമ്മളെ സംബന്ധിച്ചുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ഫണ്ടിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയാം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് 50 to 100% വരുന്നത് കോർ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടാറ്റയുടെ തന്നെ ഇപ്പോൾ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഇതുപോലെയുള്ള കാറ്റഗറിയിലേക്കായിരിക്കും 50 തുടങ്ങി 100%. അതായത് 100% വരെ വേണമെങ്കിൽ ഈ തരത്തിൽ ഡൈവേഴ്സിഫൈഡ്, അതായത് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ട് ടാറ്റ മ്യൂച്വൽ ഫണ്ടിൻ്റെ പല ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 50 to 100% പോകുന്നത് ഈ പറഞ്ഞ പോലെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൾട്ടി ക്യാപ്പ് പോലെയുള്ള അങ്ങനത്തെ കോറായിട്ടുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കും. അടുത്തായിട്ട് സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ ആണ്. അതായത് ഇപ്പോൾ സെക്ടറൽ, തീമാറ്റിക് ഫണ്ട്, ആർബിട്രേജ്, ഗ്ലോബൽ ETF, ഇവിടെ വേണമെങ്കിൽ 0 to 50% വരെ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം, ഇനി നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 50% വരെ വേണമെങ്കിൽ അങ്ങോട്ട് മാറ്റാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ GST കട്ട് വന്നു, പിന്നെ ഇൻകം ടാക്സ് സ്ലാബ് ഉയർത്തി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കൺസപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കുറച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഫണ്ട് മാനേജറിന് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ കൺസംഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തീമാറ്റിക് ഫണ്ടുകളിലേക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് ഓപ്ഷനിലാണ്. പക്ഷേ മിനിമം 50 to 100% കോർ പോർട്ട്ഫോളിയോ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ കീ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലോ എൻട്രി ബാരിയർ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു $500, അതായത് ഏകദേശം ഒരു 50,000 തുടങ്ങി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടാക്സ് ഫ്രീ, ഇപ്പം നമ്മൾ സംബന്ധിച്ച് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കാനുള്ള ഒരു സംഗതിയില്ല, നമുക്ക് ടാക്സ് ഫ്രീ ആണ്, ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണ്ട. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് USDയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും USDയിൽ തന്നെ തിരിച്ചു കിട്ടാനും നമുക്ക് പറ്റും. ഫോറിൻ അക്കൗണ്ട് ത്രൂ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം, ഫോറിൻ അക്കൗണ്ടിലേക്ക് തന്നെ നമുക്ക് ഈ പൈസ കിട്ടും.
പിന്നെ ഇത് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ മോഡലിലാണ്. അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഡൈനാമിക്കലി ഇപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇനി ലാർജ് ക്യാപ്പ് കുറച്ചുകൂടി കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അലോക്കേഷൻ ലാർജ് ക്യാപ്പിലേക്ക് കൂട്ടാം. ഇനി മിഡ് സ്മോൾ ആണ് കൂടുതൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാറ്റഗറിയിലേക്ക് മാറ്റാം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ട്രസ്റ്റഡ് ലെഗസി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഹൂ ക്യാൻ ഇൻവെസ്റ്റ്, ഇപ്പോൾ എലിജിബിൾ ഇൻവെസ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ NREs, OCAs, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, ഓവർസീസ് നോൺ ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസ്. അതായത് ഓവർസീസ് നോൺ ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇന്ത്യക്കാരൻ ഇപ്പോൾ ദുബായിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു കമ്പനി തുടങ്ങി, അവർക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഫോറിനറായിട്ടുള്ളൊരു വ്യക്തി ദുബായിലൊരു കമ്പനിയുണ്ട്, അവർക്ക് വേണമെങ്കിൽ ആ കമ്പനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നോട്ട് എലിജിബിൾ ആയിട്ടുള്ളതാണ് റെസിഡൻറ്റ് ഇന്ത്യൻസ്. ഇപ്പോൾ റെസിഡൻറ്റ് ഇന്ത്യൻസിന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ US, കാനഡ ഇൻവെസ്റ്റേഴ്സ് അവർക്കും ഇപ്പം നിലവിൽ, പിന്നെ ഗ്രേ ലിസ്റ്റിലുള്ള കൺട്രീസ്, അതിപ്പോൾ 1-2 കൺട്രി ഉണ്ട്, ആ കൺട്രിയിലുള്ള ആൾക്കാർക്കും ഇവിടെ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൽ ഇപ്പം നമ്മൾ സംബന്ധിച്ച് ഇത് എങ്ങനെ ഓൺ ബോർഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് KYC കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് CKYC ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അവരെ സംബന്ധിച്ച് സെപ്പറേറ്റ് KYC ഫോം കൊടുക്കേണ്ട കാര്യമില്ല. അതേസമയം CKYC ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആദ്യം KYC കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അതിന് ശേഷം അടുത്തതായിട്ട് ഇപ്പം നമുക്കൊരു സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ഇപ്പം നമുക്ക് USDയിൽ ഇപ്പം നമ്മൾ ഫോറിലുള്ള അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഫണ്ട് അലോട്ട് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് പാൻ കാർഡ് ഇപ്പോൾ ഒരു ഈവൻ ഒരു NRI ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് പാൻ കാർഡ് ഇല്ലെങ്കിൽ പാൻ കാർഡ് മെൻഷൻ ചെയ്തില്ലേ ഒരു ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പാൻ കാർഡ് ഇല്ലാതെയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിൽ ഒരു കംപ്ലയിൻസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ഓഫ് ടൈം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും റിഡംഷൻ ആണെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ ടൈം ഏകദേശം ഒരു 11:30. ഇപ്പോൾ സാധാരണ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:30, പക്ഷേ ഇവിടെ 11:30. കാരണം ഈ ഫണ്ട് ഇവരുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇവർക്ക് വേറെ പല ഫണ്ടുകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ 11:30 കിട്ടുന്നതാണ് ആ ദിവസം. അതാണ് കട്ട് ഓഫ് ടൈം വെച്ചിരിക്കുന്നത്. പിന്നെ സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ Trade+2, അതായത് ഇപ്പം നമ്മൾ റിഡീം ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടുമെങ്കിൽ ഇവിടെ മിനിമം 7 ബിസിനസ് ഡേയ്സ് എടുക്കും നമുക്ക് എമൗണ്ട് തിരിച്ച് കിട്ടാൻ എന്നതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് KYC പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ KYC ഇപ്പം നമുക്ക് ഈ CKYC ഉണ്ടെങ്കിൽ CKYC ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം CKYCindia.in എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ഈ സൈറ്റിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന രജിസ്റ്റർ മൊബൈൽ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ OTP വരും, ആ OTP അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ OTP ഇപ്പം ഞാനിവിടെ നമ്പർ അടിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ കോഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒരു OTP വരും, ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ആ നമ്പറിലെ അണ്ടറിലുള്ള CKYC റെക്കോർഡ്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇമാനുവൽ ഡൈസ്, അത് എൻ്റെ മോനാണ്. പ്രിംസൺ ഡൈസ്, അത് ഞാൻ. റോസിൽ വിൻസൻ മദറാണ്. ഇപ്പോൾ ഡോണ ഡിംപിൾ എൻ്റെ വൈഫാണ്. അപ്പോൾ സപ്പോസ് ഇമ്മാനുവലിൻ്റെ ആണ് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെ മൊബൈലിലേക്ക് ഒരു ലിങ്ക് വരും. ഈ ലിങ്കിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പാസ്വേഡ് ഇതായിരിക്കും. ഇപ്പോൾ ഇമ്മാനുവലിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ DDMMYY എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലുള്ള ഒരു ഇതാണ്. അപ്പോൾ ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് CKYC നമുക്ക് കിട്ടും. പക്ഷേ ഇതിൽ തന്നെ CKYC ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. CKYC ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എങ്ങനെയാണ് വരുന്നതെന്ന് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു ഈ പറഞ്ഞ നമ്പർ, ഈ നമ്പറാണ് CKYC നമ്പർ എന്ന് പറഞ്ഞ് വരുന്നത്.
അപ്പോൾ ഈ നമ്പർ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് KYC വേറെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരില്ല. നമുക്ക് അത് വെച്ച് തന്നെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഇനി നമുക്ക് അങ്ങനെ ഇപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ മെയിലിൽ ഇപ്പോൾ CKYC എന്ന് പറഞ്ഞ CKYC എന്ന് പറഞ്ഞ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് CKYC നമ്പർ നോട്ടിഫിക്കേഷൻ എന്നും പറഞ്ഞ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ മെയിലിൽ ചിലപ്പോൾ ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ബാങ്കിലെല്ലാം നമുക്കിപ്പോൾ ഒരു ഏകദേശം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ ബാങ്കായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ CKYC നമ്പർ നമുക്ക് കിട്ടാനുള്ള എളുപ്പമുണ്ട്. അപ്പോൾ ഈ CKYC നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് KYC നമ്മൾ ചെയ്യേണ്ടി നമുക്ക് വരില്ല. അല്ല, ഈ CKYC നമ്പർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് KYC നമ്മൾ ചെയ്യേണ്ടി നമുക്ക് വരും. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 10-20 വർഷം മുമ്പ് ചൈന എവിടെയായിരുന്നോ അവിടെയാണ് ഇപ്പം നിലവിൽ. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ലോകം മൊത്തം China +1 എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആപ്പിളിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഏകദേശം 1 ലക്ഷം കോടിയിലധികം രൂപയുടെ ആപ്പിൾ ഫോൺ മാത്രം എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്, ഇപ്പോൾ യങ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ നടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ്. ഈ തരത്തിലുള്ള കുറേ അഡ്വാൻറ്റേജ്. പിന്നെ ഗിഫ്റ്റ് സിറ്റി അഡ്വാൻറ്റേജ്, ഇപ്പോൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്, ടാക്സ് ഫ്രണ്ട്ലി, പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് USDയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജ് നമ്മളെ സംബന്ധിച്ചുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഒരു വ്യൂ പോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ, അറ്റ് ഡൈസൺ വി ബിലീവ് ഗിഫ്റ്റ് സിറ്റി ഈസ് ഇന്ത്യാസ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ റെവല്യൂഷൻ. മ്യൂച്വൽ ഫണ്ട് എന്നത് ഒരു ഫിനാൻഷ്യൽ റെവല്യൂഷൻ ആയിരുന്നു. ഇതുപോലെ തന്നെ ഇൻ ഫ്യൂച്ചറിൽ ഗിഫ്റ്റ് സിറ്റി എന്നത് ഇപ്പോൾ ഒരു NRI കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വലിയ രീതിയിൽ ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഓപ്ഷനാണ് ഗിഫ്റ്റ് സിറ്റി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. താങ്കൾക്ക് ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ താങ്കൾ ഞങ്ങളെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ താങ്കളെ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുവേണ്ട എല്ലാ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് താങ്കളൊരു പുതിയൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതായത് മിനിമം ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ അത് ഞങ്ങളുടെ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ്. അത് മീറ്റ് ചെയ്യുന്നവർ മാത്രമേ നമ്മൾ ഓൺ ബോർഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ അതായത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ $500 ആണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു $10,000 ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു വ്യക്തിക്കാണെങ്കിൽ അവർക്ക് ഞങ്ങളെ സമീപിക്കാം. നമ്മൾ അതിൻ്റെ വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ ഇത് ഗിഫ്റ്റ് സിറ്റി എന്നത് ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം അടുത്ത ആഴ്ച പ്രത്യേകിച്ച് NRI റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി താങ്കൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച തൊമ്മിച്ച ടിപ്സിലെ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്.